ഹായ് ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഇഫ്താർ സ്പെഷ്യലായിട്ടാണ്. ബ്രെഡ് സ്റ്റിക്ക് വെറും 5 മിനിറ്റിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ബ്രെഡ് സ്റ്റിക്ക് എങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം. അതിനു മുമ്പ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ കുഞ്ഞു ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്യൂ, എങ്കിൽ ഓളെന്ന ഓപ്ഷൻ വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ ബ്രെഡ് സ്റ്റിക്ക് എങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഈ ബ്രെഡ് സ്റ്റിക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 5 പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബ്രെഡിൻ്റെ 4 ബ്രൗൺ കളർ ഭാഗവും നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റാം. മുഴുവൻ ബ്രെഡിൻ്റെയും 4 സൈഡ് ഭാഗവും ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ബ്രെഡിൻ്റെ ഭാഗം നമ്മൾ വേസ്റ്റാക്കി കളയണ്ട, നമുക്കിത് ബ്രെഡ് ക്രംസ് ആക്കി പൊടിച്ചെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. അതിലോട്ടേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലോട്ടേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ പാല് കൂടി ചേർത്ത് കൊടുക്കാം. പാലും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അടിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ഒരു മിക്സ് ഒരു ബൗളിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് വേണം. ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് ഒരു ബൗളിലോട്ടേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം. നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബ്രെഡിനെ ഓരോന്നും ഇതുപോലെ നീളത്തിൽ 3 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ബ്രെഡ് സ്റ്റിക്കും നമ്മുടെ ആദ്യം തന്നെ മുട്ടയിലെ മിശ്രിതത്തിലൊന്ന് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മുടെ ഒരു ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസ് എല്ലാ ഭാഗത്തോട്ടേക്ക് ആകുന്ന തരത്തിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ബ്രെഡ് സ്റ്റിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കി എല്ലാ ബ്രെഡ് സ്റ്റിക്കും റെഡിയാക്കാം. മുഴുവൻ ബ്രെഡ് സ്റ്റിക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്രൈ ചെയ്യാണ് വേണ്ടത്. ഒരു പാനിലോട്ടേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഓയിൽ നല്ലവണ്ണം ചൂടാകുമ്പോൾ ഇതിലോട്ടേക്ക് തയ്യാറാക്കിയിട്ടുള്ള ഓരോ ബ്രെഡ് സ്റ്റിക്കും ഇട്ട് കൊടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഓയിലിന് നല്ലവണ്ണം ചൂട് വേണം, അല്ലെങ്കിൽ ബ്രെഡിന് എണ്ണ കുടിക്കുന്ന പ്രശ്നം വരും. അവ മുഴുവനും ഇട്ട് കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഒരു ഭാഗം ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് ഓരോന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം പുറം നല്ല ക്രിസ്പി ആയിട്ട് നല്ല ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഞാനിപ്പോൾ ടിഷ്യൂ പേപ്പറിലോട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് സ്റ്റിക്ക് എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. ഈ ഇഫ്താറിന് എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇൻഷാ അല്ലാഹ് വീണ്ടും മറ്റൊരു നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.